അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, മടവൂര് കാഫിലക്കാരൻ മുസ്ലിയാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിറാജുദ്ദീൻ ലത്തീഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണ്? 35 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ CM മടവൂരിന്റെ കറാമത്തുകൾ വീട് വീടാന്തരം തെണ്ടിയിട്ട് അതൊക്കെ ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാം, അങ്ങനെ ജനങ്ങളെ പിഴപ്പിക്കാം. അന്ധവിശ്വാസത്തിന്റെ ഏജന്റാണ്. ഇങ്ങനെ ആത്മീയ ചൂഷണവും കുറെ മതപ്രഭാഷണങ്ങളും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഈ കറാമത്തുകളും അതൊക്കെ പിന്നെ വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു ഏജന്റാണ് ഇദ്ദേഹം. ഇദ്ദേഹം മാത്രമല്ല, പല ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട്. ഇദ്ദേഹമാണ് ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓരോന്ന്. മടവൂരിനെ കണ്ടവരുണ്ടോ, കേട്ടവരുണ്ടോ, തൊട്ടവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അന്ധവിശ്വാസിയും ജനങ്ങളെ പിഴപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് ഈ ചങ്ങാതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹു എന്തായാലും ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇങ്ങനെയുള്ള ഈ അന്ധവിശ്വാസം കേരളത്തിൽ ഒരുപാട്, ഇപ്പൊ ഇവിടെ ഇത് മാത്രമല്ല, ഇതുപോലെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് കൊല നടന്ന രാജ്യമാണ് കേരളം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ജനങ്ങളെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം. CM മടവൂര് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയെ CM മടവൂരിന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണ് CM മടവൂര്. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് താങ്ങിപ്പിടിക്കുന്ന, അപകടം വരുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ താങ്ങിപ്പിടിക്കുന്ന ആളാണ് CM മടവൂര്. CM മടവൂരെ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരുണ്ട്. അപ്പൊ എല്ലാ നിലക്കും മുദബ്ബിർ ആലമായ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന CM മടവൂരിന്റെ പിന്നെ ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു മുരീദാണ് ആരെ? ലത്തീഫി, സിറാജുദ്ദീൻ ലത്തീഫി. ഈ മുരീദിന്റെ ഭാര്യ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മരണപ്പെട്ടപ്പോ അതിന് രക്ഷപ്പെടുത്താൻ CMനെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള അന്ധവിശ്വാസത്തിന്റെ പുറകിലൂടെ നിങ്ങൾ ആരും പോകേണ്ടതില്ല. കൃത്യമായി ഇസ്ലാം പറഞ്ഞത് അസുഖം വന്ന ചികിത്സിക്കാനാ പറഞ്ഞത്, മന്ത്രവാദം ചെയ്യാനല്ല പറഞ്ഞത്. ഇതേപോലെ അന്ധവിശ്വാസം വെച്ചിട്ട് മരിച്ചവരോട് തേടാമെന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി ചികിത്സിക്കണം. ഇയാളെ 5ാമത്തെ പ്രസവമാണ്, പിന്നെ കുട്ടിയാണ് ഇപ്പത്. പക്ഷെ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകൂല, കൃത്യമായ ചികിത്സ കൊടുക്കൂല. കാരണം എന്താ? CMന്റെ മുരീദല്ലേ. CMന്റെ ഇത് പിന്നെ കറാമത്ത് തലേ കയറിയിട്ട് ജനങ്ങൾ എങ്ങനെയും പിഴപ്പിക്കണ്ടേ? ഈ ജനങ്ങളെ പിഴപ്പിച്ച് വിറ്റ് തിന്നുന്ന വർഗാണ് മുസ്ലിയാക്കന്മാരെന്ന് പലവട്ടമായിട്ട് നമ്മൾ ഉത്ബോധനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് ചിന്തിക്കാനുള്ള ഒരു അനുഭവമാണിത്. നമ്മൾ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഭാര്യ മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് വേദനിപ്പിക്കാനല്ല. പക്ഷെ ഇയാൾ ഇതിവിടെ കൊണ്ട് നിർത്തൂല. ഇയാളിത് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ നമുക്കൊരു പാടുണ്ട്. അതായത് ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടവരോട് തേടാനും അവർ വന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും, അവർ വന്ന് ചികിത്സിക്കും, അവർ വന്ന് രോഗം മാറ്റും എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഇവരുടെ കൂടാരത്തിൽ പോയി തലവെച്ച് നടക്കുന്നവർക്ക് ഇത് വലിയൊരു പാടാണ്. ഇവര് സമസ്തക്കാരുടെ പിന്നെ ആരാണ്? പിന്നെ ഈ CM മടവൂരാണ്. ഈ CM മടവൂരിന്റെ മുരീദിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അതല്ലാത്തവന്റെ അവസ്ഥ പ്രത്യേകം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു നൽകിയ ബുദ്ധി, ചിന്താശക്തിയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് തന്നതാണ്. അതൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു പുരോഹിതന്മാരുടെ പുറകെ പോയിട്ട് അവര് പറയുന്നത് കേട്ട് വിഴുങ്ങിയിട്ട് അങ്ങനെ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും നമ്മൾ പെട്ട് അതിൽ കെട്ടി ഉഴലേണ്ട യാതൊരു കാര്യമില്ല. കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ എന്താണ് ഇസ്ലാമിന്റെ നിലപാട്, എന്താണ് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചികിത്സ കൊടുക്കാതെ കൃത്യമായിട്ട് ഇയാള് ഒരുപാട് കാലങ്ങളായി ഇപ്പൊ ഇങ്ങനെ ചികിത്സ കൊടുക്കാതെ തന്നെ അന്ധവിശ്വാസത്തിന്റെ മുകളിൽ തന്നെ ഇയാൾ പോകുന്നത്. ഇപ്പൊ അവസാനം ഇപ്പൊ എന്തായി? ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഈ അന്ധവിശ്വാസം കൊണ്ട് അതേ ഉണ്ടാകുള്ളൂ. അനാചാരങ്ങളെ കൊണ്ടും അന്ധവിശ്വാസം കൊണ്ടും മന്ത്രവാദം കൊണ്ടൊക്കെ ജീവൻ നഷ്ടപ്പെടുകയുള്ളൂ. ഒരു ജീവന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത് റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു വിശ്വാസമാണ് വിശ്വാസം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നിങ്ങൾ ഉത്ബുദ്ധരായിക്കോ. സത്യം പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറായിക്കോ. ഒരു ജാറത്തിലേക്കും പോകണ്ട, ഒരു CMും വേണ്ട, ഒരു ഔലിയാക്കന്മാരും വേണ്ട, ഒരു സിദ്ധനും വേണ്ട, ഒരു ബീവിയും വേണ്ട, ഒരു തങ്ങളും വേണ്ട, ഒരു മുസ്ലിയാരും വേണ്ട, ഒരാളും വേണ്ട. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരികയാണെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യുക, രോഗം വന്നാൽ ചികിത്സിക്കുക. ഇതാണ് പിന്നെ
ഇസ്ലാം പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ. അല്ലാതെ ഈ രൂപത്തിലുള്ള അനാചാരത്തിലേക്ക് പോകേണ്ടതില്ല. അന്ധവിശ്വാസം അത് ഇസ്ലാമികമല്ല. കൃത്യമായ വിശ്വാസമാണ് ഇസ്ലാമിന്റെ. അന്ധമായ വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മറ്റുള്ളവർക്ക് പാടാണ്. ഇവരൊക്കെ സി എമ്മിന്റെ പെട്ടി വെച്ച് പല പിന്നെ മക്ബറിലും സി എമ്മിന്റെ ആണ്ട് നേർച്ചക്കും അതേപോലെയുള്ള കാര്യം ഒട്ടുമിക്ക ഹോട്ടലിലൊക്കെ സി എമ്മിന്റെ പേരിൽ പെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും എന്നുള്ള ആ നെയ്യത്തിലാണ്. അങ്ങനെയുള്ള നെയ്യത്തിലാണ് ഈ സാധുവായ മനുഷ്യൻ ഈ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചികിത്സിക്കാതെ വീട്ടിൽ തന്നെ പിന്നെ പ്രസവമൊക്കെ കാര്യമൊക്കെ നോക്കി അവസാനം എന്തായി? വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെ. മൂപ്പരിക്ക് എന്നൊരു വലിയ കുലുക്കൊന്നുമില്ല. കാരണം മൂപ്പര് സി എമ്മിന്റെ ആളാണല്ലോ, ലോകം മൊത്തം നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരൻ, നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും പറയണില്ല. കാരണം ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതൊക്കെ മതി. ഇവർ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരെ കോലം എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഇത് തന്നെ മതി. അപ്പൊ വീണ്ടും നമ്മൾ ആ സഹോദരിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സത്യം പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.